ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും വെൽക്കം. നമ്മളിപ്പം വീഡിയോസ് ഇട്ടിട്ട് കുറേ ദിവസമായി, 3 ആഴ്ച കൂടുതലായി. 3 ആഴ്ചയ്ക്ക് മുമ്പാണ് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടത്, ലേസ് ഈറ്റിംഗ് ചലഞ്ച്, 50 ലേസ് ഈറ്റിംഗ് ചലഞ്ച്. ആ വീഡിയോ കാണാത്തവരെല്ലാവരും അത് പോയി കാണണം. ഓക്കെ, അപ്പം എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ ഡേ ഇൻ മൈ ലൈഫ്, ഡെയിലി വ്ളോഗ്, ഈ സംഭവമൊക്കെ എടുക്കണമെന്നുണ്ട് കേട്ടോ. പക്ഷേ എന്തൊരു മടിയാണോ എന്തോ. ഒരു ദിവസം രാവിലെ എണീക്കും, മൂഡ് ശരിയല്ലെന്ന് തോന്നിയാൽ പിന്നെ അന്ന് ഒന്നും ചെയ്യില്ല, ചുമ്മാ ഇരിക്കും, ഫോണും കുത്തി ചുമ്മാ ഇരിക്കും. അതാണ് അവസ്ഥ. അപ്പം ഇന്ന് ഞാനും അപ്പച്ചനും കൂടെ പുറത്ത് പോകുന്നുണ്ട്. എൻ്റെ റൂമിൻ്റെ സൈഡിലാണ് പട്ടിയെ കെട്ടിയിട്ടേക്കുന്നത്. അതാണ് കിടന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ റോഡിൽ കൂടെ വണ്ടിയും കൂടെ പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ശബ്ദം ഇതിൽ വരുമെന്നുണ്ടെങ്കിൽ സോറി. അപ്പം ഇന്ന് പുറത്ത് പോകുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. അപ്പോൾ 11 മണിക്ക് വണ്ടി വരും. അപ്പോൾ നമുക്കിപ്പം പോയി ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് റെഡിയായി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ റെഡിയൊക്കെ ആയിട്ട് എൻ്റെ അങ്കിൾ ഓക്കെ. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏത് ഡേ വരെ, ഡേയുടെ ഏത് പാർട്ട് വരെ എടുക്കുമെന്ന് അറിഞ്ഞുകൂടാ, വൈകിട്ട് വരെയാണോ നൈറ്റ് വരെ എടുക്കുമെന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഇപ്പം മണി 10:15 കാണും. 10:15 വരെ വേറെ ഒന്നും ചെയ്തില്ല. എണീറ്റ് പല്ലൊക്കെ തേച്ച് ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ റെഡിയായി നമുക്ക് പോകണം. അപ്പോൾ എന്തായാലും ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ ഗായ്സ്, നമ്മൾ കുളിച്ചൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു വൈറ്റ് ചുരിദാറാണ് ഇട്ടേക്കണം, കാണിച്ചു തരാം. ഒരു വൈറ്റ് ടോപ്പ്, പിന്നെ ഒരു ജീൻസ്. എവിടെ എന്താണ് ഇട്ടേക്കണത്? ഇനി നമുക്ക് റെഡിയാം. ഒരു മിനിറ്റ്, ഞാൻ ഈ സ്റ്റാൻഡിൽ കൊളുത്തി ഒന്ന് വെച്ചോട്ട്. ഓക്കെ, ഇതാണ് സെറ്റ്. അപ്പോൾ ആദ്യം നമുക്ക് മോയ്സ്ചറൈസർ അല്ല, സൺസ്ക്രീൻ ഇടണം. ഇടാം, സൺസ്ക്രീന് തീരും. ഓക്കെ, എവിടെ പോയാലും സൺസ്ക്രീന് മസ്റ്റ്. സൺസ്ക്രീൻ ഇടാതെ പുറത്ത് പോയാൽ കരിഞ്ഞു പോകും. അപ്പം നമ്മൾ സൺസ്ക്രീനൊക്കെ ഇട്ട് അടുത്ത് ഞാൻ എപ്പോഴും ഫെയർ ആൻഡ് ലവ്ലി ഇടും. എനിക്ക് അറിഞ്ഞൂടെ എന്താന്ന്, പക്ഷെ ഞാൻ ഫെയർ ആൻഡ് ലവ്ലി ഇടും. ഓ റെഡിയാവണ് എത്രയാവണ്. ഇനി വേറൊന്നുമില്ല, ഐലൈനർ, പൊട്ട്. അയ്യോ, എനിക്കിതിൽ നോക്കി വരയ്ക്കാൻ പറ്റൂല. കൊള്ളാമോ ഈ കണ്ണാടി? എൻ്റെ ഫ്രണ്ട് രാജസ്ഥാനിൽ പോയപ്പോൾ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്, വിപഞ്ചിക. എനിക്ക് ഏറ്റവും എളുപ്പമുള്ളത് ഐലൈനർ വരയ്ക്കാനാണ്. ഇതാന്ന് പറയുന്ന മുമ്പേ തീരും. കഴിഞ്ഞു. കൊള്ളാമോ? ഇനി അടുത്ത് എന്തുവാ? പൊട്ട്. ഓക്കെ, എൻ്റെ ഇപ്പുറത്തെ സൈഡിലൊരു മിറർ ഉണ്ട് കേട്ടോ, അതിലാണ് ഞാൻ പൊട്ട് വെച്ചത്. കുഞ്ഞു പൊട്ടായുണ്ട്. ഓക്കെ, സെറ്റ് സുന്ദരിയായോ? ഒറ്റ സാധനം കൂടെ ഉണ്ട്, ലിപ് ബാം. ലിപ്സ്റ്റിക് അല്ല, ലിപ് ബാം. ഇതിൻ്റെ ഡാസ്ലറിൻ്റെ LB02. ഇതോടെ ഇട്ടാൽ നമ്മൾ സുന്ദരിയായി.
ഇങ്ങനെയുണ്ട്. ഇത്രേ ഉള്ളൂ. ഈ തലയും കൂടെ കെട്ടിക്കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു. ഇപ്പൊ കുളിച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് തല ചീകണില്ല. ചുമ്മാ ഇങ്ങനെ എടുത്തിട്ട് ക്ലിപ്പിടാം. ഞാൻ തല കെട്ടിയിട്ട് വരാം. ഇതിൽ നോക്കി എനിക്ക് കെട്ടാൻ പറ്റില്ല. ഓക്കെ, തല കെട്ടിയിട്ട് വരാം. കുളിച്ച് കഴിഞ്ഞുകൊണ്ട് എത്ര നേരം കെട്ടാൻ നോക്കിയാലും ഇങ്ങനെ ചീകി കഴിഞ്ഞാൽ ചപ്പിപ്പോവും. അതുകൊണ്ടിട്ട് എങ്ങനെയൊക്കെ കെട്ടി വെച്ചേക്കണം, കുഴപ്പമില്ല. അങ്ങനെ ഇരുന്നോട്ട്. ഇനി അടുത്ത് മാല. ഞാൻ നേരത്തെ ഊരി വെച്ചിരുന്നു. ഓക്കെ. അശ്ശോ, എന്ത് കഷ്ടം. ഓക്കെ, സെറ്റ്. കൊള്ളാമോ മാല? അപ്പൊ എല്ലാം സെറ്റായി. ഇനി പോയാ മതി. അപ്പം ഇനി ഓക്കെ, ഡൺ, സെറ്റ്, ഓൾ സെറ്റ്. അപ്പം ഇനി എന്തായാലും നമുക്ക് ബാങ്കിലോട്ട് പോവാം. വീട്ടിലെത്തി. എൻ്റെ അമ്പു 2-2.5 മണിക്കൂർ അവിടെ ഇരുന്ന്, അത്രയും നേരം അവിടെ ഇരുന്ന്. ഇപ്പം ഞാൻ വീട്ടിലെത്തി. ഞാൻ ഡ്രസ്സ് പോലും മാറ്റിയില്ല. നല്ല വിശപ്പുണ്ട്. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ എടുത്ത്. മണി 1:30-1:45. പൊരിച്ചമീനുണ്ട്, ചമ്മന്തി ഉണ്ട്, കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ട്, അത് പപ്പങ്ങ. എന്തെങ്കിലും ഞാൻ പോയി കഴിക്കട്ടെ. ഞാൻ ഡ്രസ്സ് കൂടി മാറ്റിയില്ല. നല്ല വിശപ്പുണ്ട്. കഴിച്ചിട്ട് വരാം. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നല്ല മഴക്കോളം ഉണ്ടായിരുന്നു. ഇപ്പം നല്ല രീതിക്ക് മഴ പെയ്തുകൊണ്ടിരിക്കണം. മിന്നിയാ ഞാൻ ഇപ്പം കയറി ഓടും. നല്ല രീതിക്കൊരു ഇടിയൊക്കെ വെട്ടി ഇപ്പോഴായിട്ട്. മഴ തീർന്നെന്ന് വിചാരിച്ച്. 2 ദിവസം മഴയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം വീണ്ടും മഴ തുടങ്ങി. ചെറുതായിട്ടേ ഉള്ളു കേട്ടാ, വലുതായിട്ടില്ല. ബാക്കിൽ മഴയുടെ ഒച്ച കാണും. ഞാനേ ഇത് കഴിച്ചപ്പോഴാണ് മനസ്സിലായി ഞാൻ ഇത് നേരത്തെ കഴിച്ചിട്ടുണ്ട്. എനിക്കൊന്നും ഇറങ്ങിയ ഈ ബിങ്കോന്റെ ഫ്ലേവറുകളിലെല്ലാം ഏറ്റവും അഴുക്ക ഫ്ലേവർ ഇതാണ്. സോറി, കൊള്ളില്ല.
കുറച്ചേരി മാത്രമേ ഉള്ളൂ. എന്ത് മഴ, നല്ല മഴ. പെട്ടെന്നാണ് മഴ പെയ്യണത്. നേരത്തെ കുറച്ചിരുണ്ട് കടന്നതേ ഉള്ളൂ, ഇപ്പം നല്ല മഴ. നേരത്തെ നല്ല ഇടിവെട്ടി എന്ന് പറഞ്ഞല്ല, ഇടിവെട്ടിയോണ്ട് മമ്മിയാണെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വല്ലതും അടിച്ചു പോയാലാ, അകത്താണെങ്കിൽ പോകാൻ പറ്റൂല, ഇരുട്ട്. എന്ത് ചെയ്യും? കണ്ടിന്യൂസ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല. നിർത്തട്ടാന്ന് ഞാൻ ചോദിക്കണം. ഞാൻ നിർത്തണം. അകത്ത് പോയാലും ഇരുട്ട്, വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ ഇതേപോലെ ഇനി ഡെയിലി വീഡിയോസ് ഇടാൻ കേട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നാളെ ഞാൻ ഇടാമേ. നാളെയും ഡേ ഇൻ മൈ ലൈഫ് തന്നെ ഇടാം. രാവിലെ തൊട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ഇടാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. സ്റ്റിൽ ഇനി ഇഷ്ടപ്പെട്ടിങ്ങനെ ചുമ്മാ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതിയല്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വല്ലതും കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, കാരണം മഴ, വണ്ടിയൊക്കെ പോകുന്ന ശബ്ദം അറിഞ്ഞൂടാ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.